ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് അഡോബിയുടെ ഒരു കിടിലൻ AI വെബ്സൈറ്റ് ആയിട്ടുള്ള ഫയർഫ്ലൈനെ കുറിച്ചാണ്. ഇന്ന് പല വിധത്തിൽ പല യൂസുകൾക്കായിട്ട് ഒരുപാട് AI ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്. എന്നാൽ ഇതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു AI ആണ് അഡോബി ഫയർഫ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു അഡോബി ഫയർഫ്ലൈ ഒരു AI ജനറേറ്റീവ് ടൂളാണ്. അതായത് ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വെക്ടേഴ്സിനെ റീകളർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇമേജസുകൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് ഇമേജിനകത്തുള്ള ഒബ്ജക്റ്റുകളെ ചേഞ്ച് ചെയ്ത് പുതിയൊരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റാണ് പ്രോംപ്റ്റായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ലഭിക്കുന്ന ഔട്ട്പുട്ടുകൾക്കൊന്നും തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. കാരണം അഡോബിൻ്റെ സ്റ്റോക്സിൽ നിന്ന് തന്നെ എടുക്കുന്ന ഫോട്ടോസും അതുപോലെ ആർട്ടുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു AI ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു അഡോബി ഫയർഫ്ലൈ ഇൻ്റർഫേസിലാണുള്ളത്. നമുക്ക് ഈ ഒരു ഫയർഫ്ലൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചുകൊണ്ട് ഓൾറെഡി തന്നെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചുകൊണ്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യുക. പിന്നെ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കേട്ടിരുന്നു. എന്നാൽ ഇപ്പം ഈ ഒരു ആക്സസ് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഇപ്പോൾ ഓൾറെഡി തന്നെ എനിക്ക് ആക്സസ് എനേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമാണോ എന്നറിയില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ആക്സസ് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണ്ട ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആക്സസ് ലഭിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് ഇപ്പം നിലവിൽ ബീറ്റ വെർഷൻ ആണ് ഉള്ളത്. ഇതിൻ്റെ പെയ്ഡ് വെർഷൻ ഫ്യൂച്ചറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്ന ടെക്സ്റ്റ് ടു ഇമേജ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് എഫക്ട്സ് ഉണ്ട്. അതിനുശേഷം ജനറേറ്റീവ് റീകളർ എന്നും പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് 2 ഓപ്ഷൻസ് കൂടി വരുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഇൻ എക്സ്പ്ലോറേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പര്യവേഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഈ 2 ഓപ്ഷൻസ് കൂടി ഇനേബിൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനാണ് ടെക്സ്റ്റ് ടു ഇമേജിനെ കുറിച്ചാണ്. ബാക്കി 3 ഓപ്ഷൻസ് നമുക്ക് വരുന്ന വീഡിയോകൾ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ടെക്സ്റ്റ് ടു ഇമേജ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് അഥവാ കീവേഡ്സിനെ ഈ ഒരു AI ജനറേറ്റ് ചെയ്ത് ഇമേജ് ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഇവിടെ ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഗ്യാലറിയിൽ ഒരുപാട് വർക്കുകൾ കാണാവുന്നതാണ്. അതായത് കീവേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസുകളാണ് ഈ ഗ്യാലറിയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു കീവേഡ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. നമുക്കറിയാവുന്ന രീതിയിൽ തന്നെയുള്ള ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു AI നമുക്കായിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ക്യാറ്റ് വെയറിങ് ക്യാപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ആൻഡ് ഹോൾഡിങ് കപ്പ് എന്ന് കൂടി കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിലാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു AI നമ്മുടെ ആ ഒരു കീവേഡ്സിനെ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇമേജ് ആക്കുകയാണ്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കീവേഡ്സിലുള്ള 4 ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഒരു ക്യാറ്റ് ഇവിടെ ക്യാപ്പ് വെയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കപ്പും കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിന് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഒരു കീവേഡ്സിനെ ഒരു ഇമേജ് ആയിട്ട് ഈ ഒരു AI ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ആസ്പെക്ട് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിലുള്ള ആ ഒരു ഇമേജ് ജനറേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇമേജ് ഇവിടെ വീണ്ടും ജനറേറ്റ് ആയ സമയത്ത് ഇമേജിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും റീജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമേജിനകത്ത് ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ കണ്ടൻറ്റ് ടൈപ്പ് എന്നും പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാം. ഇതിലിപ്പോൾ നണ്ണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഫോട്ടോ ടൈപ്പിലുള്ള ഒരു ഇമേജാണ് ഇവിടെ ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇമേജ് വീണ്ടും റീജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഫോട്ടോ ടൈപ്പിലുള്ള ഒരു ഇമേജാണ് ജനറേറ്റ് ആയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആർട്ട് ടൈപ്പ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു കണ്ടൻറ്റ് ടൈപ്പിനകത്തുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇമേജ് ജനറേറ്റ് ആവുന്നത്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് മറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ച് സബ് ഓപ്ഷൻസ് വരുന്നുണ്ട്. പോപ്പുലർ ഉണ്ട്, മൂവ്മെൻറ്റ്സ്, തീംസ്, ടെക്നിക്സ്, എഫക്ട്സ്,
അങ്ങനെ കുറേ സബ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എഫക്ട്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനും കുറച്ച് സബ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് മിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഐസോമെട്രിക്, ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ ബൊക്കെ എഫക്റ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു ബൊക്കെ എഫക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ആർട്ട് ചേഞ്ച് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആയിട്ടുള്ള ബൊക്കെ എഫക്ട്സിലുള്ള ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഫക്ട്സുകൾ നിങ്ങൾ ഓരോന്ന് ചേഞ്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളിവിടെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ ആൻഡ് ടോൺ എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നണ്ണാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മറ്റൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് വാം ടോൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വാം ടോണിലുള്ള ഇമേജസുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടായിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിങ്സിനകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റുഡിയോ ലൈറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇമേജിനകത്ത് ഇപ്പോൾ ലൈറ്റിങ്സിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കമ്പോസിഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ക്ലോസപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ജനറേറ്റ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു എയിൽ സാധിക്കുന്ന രീതിയിലുള്ള ക്ലോസപ്പ് ഇമേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫിൽറ്ററുകളും നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാവുന്നതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഫിൽറ്റർ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ മറ്റൊരു സാമ്പിൾ കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. എ ഹ്യൂമൻ ഹോൾഡിംഗ് റോസ് ഫ്ലവർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ജനറേറ്റ് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റൈൽസും ഇമേജിനകത്ത് അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്തിട്ടുള്ള കീവേഡ്സിലുള്ള ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ഇമേജാണ് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ കാണാവുന്നതാണ്. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഇമേജിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടന്റ് ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസ് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല ഹൈ ക്വാളിറ്റി തന്നെയുള്ള ഇമേജാണ് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് അഡോബി ഫയർഫ്ലൈൻ്റെ ആ ഒരു വാട്ടർമാർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ട് അവർ ഈ ഒരു ഇമേജ് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോഴും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബീറ്റ വെർഷൻ മാത്രമാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. ഫ്യൂച്ചറിൽ ഇവർ പെയ്ഡ് വെർഷൻ ആയിട്ടായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുക. ആ ഒരു സമയത്ത് നമുക്ക് പേ ചെയ്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. എങ്കിലും നിങ്ങളുടെ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ടു ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് നോക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്ന വീഡിയോകൾ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.